അസ്സലാമലൈക്കും. കപ്പയുടെ കൂടെ കുറച്ച് മുളക് കറി ആയാലോ? എളുപ്പത്തിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്താനിട്ട് വെച്ചു. പിന്നെ നമ്മുടെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നന്നായിട്ടൊന്ന് അരച്ച് വെച്ചു. എണ്ണ മൂത്ത് വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൂത്ത് വരുമ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ മസാലക്കൂട്ടുകളൊക്കെ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ പുളിവെള്ളം കുതിർത്തിട്ടതൊന്ന് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ഒരു മുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ ഉലുവാപ്പൊടിയുടെ മണമൊക്കെ അതിനകത്ത് തന്നെ കിടക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി മുളക് കറി റെഡിയാണ് കേട്ടോ. കപ്പയുടെ കൂടെ നല്ല കോംബോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക്